2026 ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പൊന്നാനിയുടെയും റെഡ് ക്രോസ് സൊസൈറ്റി പൊന്നാനി താലൂക്ക് ജൂനിയർ റെഡ് ക്രോസും സംയുക്തമായി റോഡ് സുരക്ഷാ റാലി സംഘടിപ്പിച്ചു. പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി പൊന്നാനി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അരുൺ MV ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിപാടിയിൽ റെഡ് ക്രോസ് പൊന്നാനി താലൂക്ക് ചെയർമാൻ MV വാസുണ്ണി, വൈസ് ചെയർമാൻ ശംഭു നമ്പൂതിരി, ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർ ഖദീജ എന്നിവർ പങ്കെടുത്തു. റാലിക്ക് ശേഷം മനോഹരൻ AMVI റോഡ് സുരക്ഷാ സന്ദേശം നൽകി. പ്രാഥമിക ശുശ്രൂഷയും CPRനെയും കുറിച്ച് റെഡ് ക്രോസ് കോർഡിനേറ്റർ അൻസാർ ക്ലാസ് എടുത്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സജിൻ V, AMVIമാരായ റിച്ചാർഡ്, അരുൺകുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. എന്താണ് റോഡ് സുരക്ഷ? നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും, നിങ്ങളൊക്കെ പ്ലക്കാർഡ് പിടിച്ച് ഇവിടെ വന്നവരാണ് അല്ലേ? നമ്മൾ കുറച്ചു ദൂരം നടന്നു, ഊർജ്ജസ്വലമായിട്ട് നിങ്ങൾ നടന്നു വന്നു. നിങ്ങളെ കയ്യിൽ ഒരു പ്ലക്കാർഡ് ഞങ്ങൾ തന്നിരുന്നു, ഒരു ബാനറും ഉണ്ടായിരുന്നു. അതിലെന്താണ് എഴുതിയിട്ടുള്ളത്? റോഡ് സുരക്ഷയാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള കണ്ടന്റ്. എന്താണ് റോഡ് സുരക്ഷ? റോഡ് സുരക്ഷ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട്, കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും ഒരാൾ, ഉമ്മയോ വാപ്പയോ അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഒരാൾ വണ്ടിയെടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തു പോയി അവർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ അതാണ് റോഡ് സുരക്ഷ. സത്യം പറഞ്ഞാൽ നമ്മുടെ റോഡ് ഒരു വലിയ കുരുതിക്കളമാണ്. കാരണം കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയോ? ഒരു 65 പേര് 70 പേരെയൊക്കെ കാണുള്ളൂ. മലയോര മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽപ്പെട്ട് മരിക്കുന്ന ആളുകളുടെ എണ്ണം, നേരെ മറിച്ച് ഒരു വർഷം കേരളത്തിൽ റോഡിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണം 4000-ൽ കൂടുതലാണ്. അപ്പോ എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കും. റോഡിൽ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ആദ്യം വേണ്ട കാര്യം, പരമപ്രധാനമായ കാര്യം ശ്രദ്ധയാണ്. മനസ്സിലായോ? ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുന്ന, റോഡ് നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കുന്ന ഏതൊരു വ്യക്തിക്കും അദ്ദേഹം പോയ കാര്യം, പോകുന്ന കാര്യം പൂർത്തീകരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ ശ്രദ്ധ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? അപകടമാണ് അല്ലെ? റോഡ് അപകടം വളരെ ദയനീയമാണ്. കാരണം റോഡ് അപകടത്തിൽ പരിക്ക് പറ്റുന്നത് സാധാരണഗതിയിൽ 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ചോ അതല്ലെങ്കിൽ കാൽനട യാത്രക്കാരനുമായി ഇടിച്ചോ ആണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ സാധാരണയായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മോട്ടോർ സൈക്കിളുകളാണ്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വാങ്ങിക്കാൻ കഴിയുന്നതും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിളാണ്. ഈ മോട്ടോർ സൈക്കിളിന്റെ പ്രത്യേകത എന്താണ്? മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് 2 ചക്രത്തിൽ പോകുന്ന വാഹനമാണ് അല്ലേ? നമ്മുടെ സൈക്കിൾ പോലെ. നിങ്ങളൊക്കെ സൈക്കിൾ ചവിട്ടുന്നവരല്ലേ? അല്ലെങ്കിൽ പഠിക്കുന്നവരെങ്കിലും ആയിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബാലൻസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സൈക്കിൾ മറിഞ്ഞ് നമ്മൾ വീഴും അല്ലേ? നേരെ മറിച്ച് റോട്ടിൽ നമ്മൾ മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോവുകയാണ്. എന്തെങ്കിലും കാരണവശാൽ ഇത് ഇടിക്കുകയോ ഇത് മറിഞ്ഞു വീഴുകയോ ചെയ്യുന്നതിരിക്കട്ടെ, ഹെൽമെറ്റ് വച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ തല എവിടെ പോയിരിക്കും? റോഡിൽ പോയിരിക്കും അല്ലെ? മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതുമായിട്ട് നമ്മുടെ തലച്ചോറ് തലയ്ക്കകത്താണ്, തലയോട്ടിക്കകത്താണ് ഇരിക്കുന്നത്. അപ്പം വളരെ വേഗത്തിൽ പോകുന്ന വാഹനത്തിൽ നിന്നും നമ്മൾ അഥവാ തെറിച്ചു വീഴുകയോ വണ്ടി ഇടിച്ചു മൂലം താഴേക്ക് വീഴുകയോ ചെയ്താൽ ഈ തല പോയി റോട്ടിലിടിക്കും. റോട്ടിലിടിച്ചാൽ സംഭവിക്കുന്ന എന്താണ്? സ്കള്ള് പൊട്ടുകയും ചിലപ്പോൾ തലച്ചോറ് പുറത്തു വരികയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ധരിച്ചിരിക്കണം. സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? 40 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനമാണെന്നിരിക്കട്ടെ, ഒരു കാറ്. ആ കാറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ സ്പീഡ് എത്രയായിരിക്കും? 40 ആയിരിക്കും അല്ലേ? അപ്പോ സ്വാഭാവികമായിട്ട് ആ വാഹനം പോയിട്ട് വേറൊരു വാഹനമായിട്ട് ഇടിക്കുകയോ ഒരു മതിൽ പോയി ഇടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അപകടം സംഭവിക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മള് കാറിന്റെ സ്പീഡിൽ മുന്നോട്ട് തന്നെ പോകും. അപ്പോ ഫ്രണ്ടിലിരിക്കുന്ന ആളുകളും പുറകിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെ, ഫ്രണ്ടിലിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് വീലിലോ, വണ്ടിയുടെ സ്റ്റിയറിംഗ് കണ്ടിട്ടില്ലേ, സ്റ്റിയറിംഗ് വീലിലോ അല്ലെങ്കിൽ അതിന്റെ ഡാഷ് ബോർഡിലോ പോയി ഇടിക്കുകയും നമ്മുടെ വാരിയില്ലേ നമുക്ക്, ഈ വാരിയില് റിബ്കേജിന്റെ പ്രത്യേകത എന്താണ്? റിബ്കേജ് ആണ് നമ്മുടെ ഹാർട്ടും ലങ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ റിബ്കേജ് പൊട്ടുകയും ഇത് ലങ്സിലും കുടലിലും ഒക്കെ കുത്തി കയറി ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും. അത്തരത്തിൽ ഇന്റേണൽ ഇഞ്ചുറി വന്ന് നമ്മൾ ചില അപകടങ്ങൾ വാഹന പരിശോധനയ്ക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഇൻക്വസ്റ്റ് ഒക്കെ നടത്തി പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കും, പറയാം എന്താണ്, പുറത്ത് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാവില്ല അയാൾക്ക്. പക്ഷെ അകത്ത് ഈ പറയുന്ന ഇഞ്ചുറി മൂലം ഇന്റേണൽ ബ്ലീഡിങ് സംഭവിക്കുകയും ആള് മരണപ്പെടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട്
നമ്മൾ നിർബന്ധമായിട്ടും വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കേണ്ട, ഇവിടുന്ന് മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യം അതാണ്. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുക, കാറ് പോകുന്ന സമയത്ത് എല്ലാവരും നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കണം.